വെൽക്കം ടു ലൂം ഡ്രോപ്സ്. സ്റ്റാർട്ടിംഗ് ഡേ തൊട്ട് തന്നെ ലൂം ഡ്രോപ്സിൻ്റെ വെബ്സൈറ്റ് ആക്റ്റീവാണ്. ഇന്ന് ഞാൻ വെബ്സൈറ്റ് ത്രൂ പർച്ചേസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. www.loomdrops.com എന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ ആദ്യം തന്നെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ലൂം ഡ്രോപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു സെർച്ച് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ കോഡ് അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പ്രോഡക്റ്റിലോട്ട് പോകാൻ പറ്റും. ഇനി ഈ കോഡ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഒരു കോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേര് സെർച്ച് കോഡ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് ആവശ്യം ആ കറക്റ്റ് പ്രോഡക്റ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ അടിയിൽ തന്നെ ഇതിൻ്റെ സൈസും കളറും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിൻ്റെ കളറും സൈസും എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് കാർട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഇനി നമ്മൾ കാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ചെക്കൗട്ട് ഓപ്ഷൻ ഉണ്ടാവും. ചെക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് നമ്മുടെ ഷിപ്പിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കുക. നമ്മൾ മെയിൻലി 2 മെത്തേഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്റ്റായിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ പ്രൊസീഡ് ടു ചെക്കൗട്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ടു ചെക്കൗട്ട് പ്രസ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും പിൻകോഡും അത് കണക്ക് തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. കാര്യം ഷിപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്സൊക്കെ മൊബൈൽ ത്രൂ ആയിരിക്കും അവർ കോൺടാക്റ്റ് ചെയ്യുക. അത് കണക്ക് തന്നെ പിൻകോഡും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഓപ്ഷൻ കിട്ടും, പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ അതിൽ പ്രസ് ചെയ്യാം. ഇനിയാണ് നമ്മളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് നമ്മൾ എത്തുന്നത്. അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഐ ഡി അപ്പോൾ കാണാൻ പറ്റും സ്ക്രീനിൽ. അതുകൂടാതെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെയിൽ ഐ ഡിയിലോട്ട് ഒരു ഓർഡർ ഡീറ്റെയിൽസിൻ്റെ ഒരു മെയിലും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഹാപ്പി ഷോപ്പിംഗ്.